നമസ്കാരം. നഗരത്തിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലായ റാഡിസൺ ബ്ലൂവിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻ ലഹരിമരുന്നു ശേഖരം കൊച്ചിയിൽ പിടികൂടി. സർക്കാർ ബോട്ടിൽ നടന്ന സംഗീത വിരുന്നിനു ശേഷം ഹോട്ടൽ മുറിയിൽ ലഹരി വിരുന്നിനായി ഒത്തുചേർന്ന 8 പേരടങ്ങുന്ന സംഘമാണ് പിടിയിലായത്. ഇവരിൽ നിന്നും മാരക ലഹരിമരുന്നുകളായ കൊക്കൈൻ, സ്ഫടിക രൂപത്തിലുള്ള രാസലഹരി, സങ്കരയിനം കഞ്ചാവ് എന്നിവ കണ്ടെടുത്തു. സർക്കാർ ബോട്ടിൽ നടന്ന സംഗീത വിരുന്നിനു ശേഷമാണ് സംഘം ലഹരി ഉപയോഗത്തിനായി റാഡിസൺ ബ്ലൂ ഹോട്ടലിലെ 23/03 നമ്പർ മുറിയിലേക്ക് മാറിയത്. ഇവിടെ മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചതിനെ തുടർന്ന് നിരീക്ഷകൻ രാജീവ് പിയാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉച്ചയ്ക്ക് ശേഷം പരിശോധന നടത്തുകയായിരുന്നു. സമൂഹത്തിന്റെ വിവിധ ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് പിടിയിലായ 8 പേരും. തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശിയും ആഘോഷ പരിപാടികളുടെ സംഘാടകനുമായ ഷാജി ഫെർണാണ്ടസ്, കലൂർ സ്വദേശി ഓസ്റ്റിൻ ജോസ്, അഭിഭാഷകനായ കലൂർ സ്വദേശി രോഹിത് നായർ, കൊടുങ്ങല്ലൂർ സ്വദേശി ജിനോ മുരളി, പോഷകാഹാര വിദഗ്ധനായ ആലപ്പുഴ നൂറനാട് സ്വദേശി അക്ബർ ഷാ, പന്തളം സ്വദേശിയായ ദന്ത ഡോക്ടർ ബെൻസി റാവുത്തർ, കൊല്ലം സ്വദേശിയായ കായിക ചികിത്സാ വിദഗ്ധ സെയ്ദലി ഫാത്തിമ, കണ്ണൂർ സ്വദേശിയായ പൈലറ്റ് പഠന വിദ്യാർത്ഥി അമൽ റൌഫ് എന്നിവരാണ് പിടിയിലായത്. പരിശോധനയിൽ അതീവ മാരകമായ ലഹരിമരുന്നുകളുടെ ശേഖരം പോലീസ് കണ്ടെടുത്തു. 0.66 ഗ്രാം സങ്കരയിനം കഞ്ചാവ്, 0.36 ഗ്രാം സ്ഫടിക രൂപത്തിലുള്ള രാസലഹരി, 0.34 ഗ്രാം കൊക്കൈൻ, 0.44 ഗ്രാം ലഹരി ഗുളിക എന്നിവയാണ് പിടിച്ചെടുത്തത്. ഇവ കൂടാതെ പ്രതികളുടെ പക്കൽ നിന്നും 9 മൊബൈൽ ഫോണുകളും പോലീസ് ബന്ദോബസ്തിലെടുത്തു. കടവന്ത്ര ഉപനിരീക്ഷകൻ രാജീവ് PR, സഹ ഉപനിരീക്ഷകൻ രാജേഷ് KR, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജീവൻ, സൂരജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ലഹരിമരുന്ന് നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തു. സംഭവത്തിൽ കൂടുതൽ വ്യക്തികൾക്ക് പങ്കുണ്ടോ എന്നും ലഹരിമരുന്നിന്റെ ഉറവിടം എവിടെയാണെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നഗരത്തിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലായ റാഡിസൺ ബ്ലൂവിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് ശേഖരമാണ് പിടികൂടിയത്. മുറിയിൽ ലഹരി വിരുന്നിനായി ഒത്തുചേർന്ന 8 പേരടങ്ങുന്ന സംഘത്തെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായവരിൽ നിന്നും കൊക്കൈനും രാസലഹരി, സങ്കരയിനം കഞ്ചാവ്, ലഹരി ഗുളികകൾ എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. സർക്കാർ ബോട്ടിൽ നടന്ന സംഗീത വിരുന്നിനു ശേഷമാണ് സംഘം ലഹരി ഉപയോഗത്തിനായി ഹോട്ടലിലെ മുറിയിൽ ഒത്തുകൂടിയത്. ഇവിടെ മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കടവന്ത്ര സബ് ഇൻസ്പെക്ടർ രാജീവ് PRന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉച്ചയ്ക്ക് ശേഷം പരിശോധന നടത്തുകയായിരുന്നു. സമൂഹത്തിന്റെ വിവിധ ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് പിടിയിലായവരെല്ലാം എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ ഇവന്റ് ഓർഗനൈസർ ഷാജി ഫെർണാണ്ടസ്, അഭിഭാഷകനായ രോഹിത് നായർ, ദന്ത ഡോക്ടർ ബെൻസി റാവുത്തർ, വൈമാനിക പഠന വിദ്യാർത്ഥിനി അമൽ റൌഫ് എന്നിവരടക്കം 8 പേരെ പോലീസ് പിടികൂടി. ഇവരുടെ പക്കൽ നിന്ന് മാരക ലഹരിമരുന്നുകൾക്ക് പുറമെ 9 മൊബൈൽ ഫോണുകളും പോലീസ് ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട്. ലഹരിമരുന്ന് നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത പോലീസ് ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും ഈ സംഘത്തിന് മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ചും വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കൊച്ചിയിൽ ഇന്നലെ നടന്നത് അതിഭീകരമായ ലഹരിമരുന്ന് വേട്ടയാണ്. കൂടുതൽ കണ്ണികളിലേക്ക് പോലീസ് അന്വേഷണം നീങ്ങിയിട്ടുണ്ട്.